ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഇന്നൊരു ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പോകുന്നത് ലണ്ടനിലേക്കാണ്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഞങ്ങളുടെ അവിടുന്ന് ഒരു 1 hour ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ് വീട്. ഞങ്ങൾ അങ്ങനെ യാത്ര പോവുകയാണ്. വെരി എക്സൈറ്റഡ്. കുറേ നാൾക്ക് ശേഷം ഷിഫ്റ്റുകളുടെയൊക്കെ ഒരു ബ്രേക്ക് കിട്ടിയൊരു ടൈം നോക്കി ഒന്ന് പോയിട്ടൊക്കെ വരാമെന്ന് ഓർത്തു. പിന്നെ അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്നതിൻ്റെ പേരിൽ ഞാൻ മോർണിംഗ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണുക. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരവിടെ കൂടെ കോമഡി ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ലണ്ടനിലെത്തി. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഭയങ്കര സൗണ്ടും കാറിൻ്റെ വോയിസൊക്കെ കാരണം ഞാൻ വോയിസ് കട്ട് ചെയ്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലാണെന്നാണ് തോന്നുന്നത്. എക്സാക്ട്ലി ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. റെസ്റ്റോറൻറ്റ് പേര് സംഗീത ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്നാണ്. അവിടെ ബഫറ്റാണ്. അപ്പോൾ നമുക്കവിടെ ഒരു 4-5 മെനു ഉണ്ട്. നമുക്ക് അൺലിമിറ്റഡ് എടുത്ത് കഴിക്കാം. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ ഇതിന് മുമ്പ് അവിടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കൗണ്ടറിൽ തന്നെ എല്ലാം നമുക്ക് വേണ്ടി അറേഞ്ച് വെച്ചിട്ടുണ്ട്. അവിടെ അത് മാത്രമല്ല, അല്ലാതെ സിംഗിൾ മെനു കഴിക്കാൻ വരുന്നവർക്ക് അതുമുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തത് തക്കാളി ചട്നിയാണ്. അടിപൊളി ടേസ്റ്റ്. നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല, ഒരു തമിഴ് ടച്ച് വരുന്നൊരു തക്കാളി ചട്നിയാണ്. പിന്നെ വട, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. എന്തൊരു അടിപൊളി വടയാണെന്നറിയോ. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ കഴിച്ചത് വടയാണ്. ഞാൻ ഒരു 3 വട ആദ്യം എടുത്തു, പക്ഷെ അതുകൊണ്ട് നിർത്തുന്നില്ല. വട എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ള ചട്നി, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയെന്നറിയില്ല. വെള്ള ചട്നി നമ്മുടെ തേങ്ങയും പൊട്ടുകടലൊക്കെ ചേർത്ത് അരച്ച ചട്നി. സാമ്പാർ എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാര്യം ഇറ്റ്സ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല, ഒരു ഹിന്ദിക്കാരുടെയൊക്കെ ഒരു ടേസ്റ്റ്. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഇട്ട് പൊങ്കൽ അതേ എടുത്തേ ഇല്ല. പിന്നെ കേസരി, അത് പിന്നെ മധുരമായതുകൊണ്ട് എന്തായാലും എടുക്കുമല്ലോ. നല്ലൊരു കേസരി നല്ലതായിരുന്നു കേട്ടോ. അത് നല്ല ഗീയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് അത് നല്ല ഒരു ഒരു റിഫ്രഷിങ് ആയിരുന്നു. ഈ വടയൊക്കെ കഴിച്ച് നമുക്കൊന്നും മടുത്തിരിക്കുമ്പോൾ അങ്ങനെ അതെടുത്തു. പിന്നെ ഞാൻ പോകുന്നത് കോഫി എടുക്കാനാണ്. കാര്യം കണ്ടില്ലേ, ആ കോഫി അടിപൊളിയാണ്. നമ്മുടെ ഈ ഫിൽറ്റർ കോഫി അതേ ടേസ്റ്റാണ്. അവർ അങ്ങനത്തെ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തില്ല, കാര്യം അൺലിമിറ്റഡ് ആയതുകൊണ്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ കഴിച്ച് നോക്കുവാണ്. അടിപൊളി. എനിക്ക് ടേസ്റ്റ് അറിയാം, എന്നാലും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1 year അടുത്തായി ഞാൻ അങ്ങോട്ട് പോയിട്ട്. ചട്നി കൂട്ടി കഴിച്ച് നോക്കി, അതിനുശേഷം ചമ്മന്തി കൂട്ടി കഴിച്ച് നോക്കി, കൊള്ളാം. പിന്നെ അതിനുശേഷം സാമ്പാറുമായിട്ടും കഴിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് 3ഉം അത്യാവശ്യം നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്നവരൊക്കെ ഞാൻ ചോദിക്കുകയാണ് കൊള്ളാമെന്ന്. കാര്യം ഞാനാണ് ഈ സ്ഥലം അവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. എല്ലാവരും നല്ലതാ കൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. പുറത്തുനിന്ന് ആരും ഇല്ല, മൊത്തം ഇന്ത്യൻസും അതുപോലെ തന്നെ വൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായിട്ടാണെന്ന് തോന്നുന്നു. അവരും അൺലിമിറ്റഡൊക്കെയാണ് കഴിച്ചത്. അത്യാവശ്യം ആ ഷോപ്പ് ഫുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു അവിടുത്തെ സെറ്റിങ്സ് ഫുള്ളും. കോഫിയൊക്കെ അടിപൊളിയായിരുന്നു. ഞാനൊരു ചായ എടുത്തിട്ടുണ്ടായി, ഇഞ്ചി ചായ, ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ടൊരു അടിപൊളി ചായ. അതും അവിടെ ഞാൻ കുടിച്ചിരുന്നു. ഒരു ട്രിപ്പ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. പക്ഷേ അൺലിമിറ്റഡ് ആണ്. നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തതിൻ്റെ പുറത്ത് വയറ് നിറഞ്ഞിട്ടും അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ്. പോയി ചായയും കോഫിയൊക്കെ എടുത്തു. കുറച്ച് ചായ എൻ്റെ നിന്ന് താഴത്തോട്ട് പോയിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ ഞാൻ മറ്റേ നമ്മുടെ മസാല ബോണ്ട അത് കഴിച്ചു നോക്കി. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചതിലും ടേസ്റ്റ് അതിനുണ്ടായി. പക്ഷേ ഇനി എനിക്കിത് കഴിക്കാൻ മാത്രമുള്ള സ്പേസ് വയറിലില്ലായിരുന്നു. കാര്യം ഓൾറെഡി 3-4 വട ഓൾറെഡി കഴിച്ചു. പിന്നെ അത് 2 സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്, പറ്റുമെങ്കിൽ കഴിച്ച് തീർക്കാൻ വേണ്ടി. പക്ഷേ എനിക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല വലിയ വടയായിരുന്നു. അതുപോലെ 2-3 ചായ കുടിച്ചു. അതിനിടയ്ക്ക് ഒരു ദോശ കഴിച്ചു, പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ മറ്റേ കുട്ടി പറയുന്ന കണക്കുണ്ടല്ലോ, ഒരുപാട് ഫുഡ് കഴിച്ച കഥ. നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തതാണല്ലോ, അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കും. അപ്പോൾ നിങ്ങൾ ലണ്ടനിലോ ആ സറൗണ്ടഡ് ഏരിയയിലുള്ളവരോ അല്ലെങ്കിൽ ലണ്ടനിൽ പോകുന്നവരോ ആണെങ്കിൽ ഈ പ്ലേസ് മസ്റ്റ് വിസിറ്റാണ്. അടിപൊളിയാണ്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എനിക്ക് ലഞ്ചിനെ കുറിച്ചൊന്നും അറിയില്ല. അവിടെ ഫുൾ വെജിറ്റേറിയൻ ഫുഡും കാര്യങ്ങളുമാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി കഴിച്ച് നോക്ക്. ഫുള്ള് ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ കഴിച്ച് തീർത്തു. 3 ഗ്ലാസ് ചായ കോഫി കൂടി ചേർത്ത് കുടിച്ചിട്ടുണ്ട്.
ഞാൻ അവിടുത്തെ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെയാണ് ഞാൻ ഈ പോർഷനിലൊക്കെ പറയുന്നത്. ഞാൻ എടുത്തപ്പോൾ അറിഞ്ഞില്ല ആക്ച്വലി ഇത്രയും സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ഡിസ്റ്റർബ് ആവുമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കാതെ ഇങ്ങനെ ആക്ഷൻസ് മാത്രം കാണിച്ചിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ കണ്ടില്ലേ, ക്രൗഡഡാണ്, ഫുള്ളി ആളായിരുന്നു. ഒരു 10-11 മണി വരെയൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അവൈലബിൾ ആണ്. ഞാൻ എത്തിയപ്പോൾ 9:30-10 മണി അടുത്തായി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ട് ഓപ്പോസിറ്റായിട്ടൊരു വലിയ മാർക്കറ്റുണ്ട്. മാർക്കറ്റിലേക്ക് പോകുന്ന വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ ഒരു പുറകിൽ വരുന്ന ആ അപ്പൂപ്പൻ എന്നെ നോക്കുവാണ്, ഈ കുട്ടി എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കാണിച്ചു തരുന്നത് വെച്ചാൽ ഇത് മൊത്തം ഇന്ത്യൻ ടൈപ്പ് ഓഫ് കടകളാണ്. മൊത്തം ലോട്ടറി കടയും പിന്നെ ചെറിയ ചെറിയ തട്ടൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ, ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് തന്നെ ഹിന്ദി. മറ്റു ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പോളിഷ്, റൊമേനിയൻ അങ്ങനെയുള്ള ലാംഗ്വേജൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. കണ്ടില്ലേ, ഗോവൻ റെസ്റ്റോറൻറ്റ്, അതിനകത്ത് നമ്മുടെ പൊറോട്ട, ബീഫ് അങ്ങനെ എല്ലാം ഉണ്ട്. തൊട്ടടുത്ത് ഹീത്രൂ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ, എണ്ണിയാലും ഇതിനകത്തെ ഫ്ലൈറ്റുകളാണ് ഓരോ മിനിറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ മാർക്കറ്റ് ഞാൻ പറഞ്ഞത്. ഇത് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്തെടുത്ത് നോക്കുവാണ്. ഇതെല്ലാം യൂസ്ഡാണ്. അപ്പോൾ അവിടെ നിറച്ച് ജാക്കറ്റുകളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോക്കേസ് ഐറ്റംസ്, A to Z സാധനങ്ങൾ, വെജിറ്റബിൾസ്, എല്ലാ സാധനങ്ങളും അവിടെ പോയാൽ കിട്ടും. അതിങ്ങനെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടോ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കടകളിലേക്ക് കൊടുക്കുന്നതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇതാണ് എനിക്ക് കണ്ടിട്ട് ഏറ്റവും വിയേർഡസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇതെന്തോ മീറ്റൊക്കെ അവർ അരച്ച് സോസേജ് പോലെ ആക്കി അതൊക്കെ അവർ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞു കൊടുക്കുകയാണ് കഴിച്ച് നോക്കാനൊക്കെ ആയിട്ട്. ഇത് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ തോന്നിയതാണ് ഞാൻ എടുത്തത്. മറ്റേ അഫ്ഗാനിസ്ഥാൻകാരാണോ കുർദിസ്ഥാൻ ഏതാണോ അറിയില്ല, ഇതുപോലെ സോസേജൊക്കെ അവർ ഗ്രിൽ ചെയ്തൊക്കെ കൊടുക്കുവാണ് അവിടെ. ഇതിൽ നമ്മുടെ നാട്ടിലെ A to Z, നമ്മുടെ ഉണ്ടമുളക് മുതൽ A to Z സാധനങ്ങൾ അവിടെ കിട്ടും. ഞാൻ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ നാട്ടിലെ ദൈവങ്ങളുടെയൊക്കെ വെച്ചിട്ട് ഒരു ജ്വല്ലറിയാണ്, ഗോൾഡ് ജ്വല്ലറിയാണ്. അതുമായിട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് ഈ കാണുന്നത്. അതൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, കാരണം ഞാൻ ഗോൾഡ് ജ്വല്ലറി ഇതുവരെ കണ്ടിട്ടില്ല എവിടെയും. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കാര്യം പൊതുവേ ലണ്ടൻ സൈഡിലോട്ട് ലിവിങ് എക്സ്പെൻസ് കൂടുതലാണെങ്കിലും സാധന സാമഗ്രികൾക്കൊക്കെ പൈസ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ചും കൂടെ പൈസയാണ്. അപ്പോൾ ലണ്ടനിലോട്ട് പോകുന്നവർ പൊതുവേ കൂടുതൽ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.